നമസ്കാരം, ഞാൻ ഡോക്ടർ അഞ്ജലി. ഈ ഒരു കർക്കിടക സമയത്ത് നിങ്ങളുടെ ആരോഗ്യം നന്നായിട്ട് മെച്ചപ്പെടുത്താനായിട്ട് നിലനിർത്താനായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഒന്നാമത്തെ ഒരു കാര്യം, തിളപ്പിച്ച വെള്ളം മാത്രം നിങ്ങൾ കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. തിളപ്പിച്ച വെള്ളം കുടിക്കുന്ന സമയത്ത് കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ കുറച്ച് തുളസിയുടെ ഇലയോ അല്ലെങ്കിൽ പനിക്കൂർക്കയുടെ ഇലയൊക്കെ ഇട്ടിട്ട് നിങ്ങൾക്ക് തിളപ്പിച്ച് കൊടുക്കാം. മുതിർന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അയമോദകോ ചുക്കോ എന്തെങ്കിലും ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ദഹിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള ഭക്ഷണങ്ങൾ പരമാവധി നിങ്ങൾ ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഭക്ഷണം പഴകിയതോ അല്ലെങ്കിൽ ചൂടാക്കി വീണ്ടും വീണ്ടും കഴിക്കുക, ഫ്രിഡ്ജിൽ വെച്ചിട്ട് വീണ്ടും ചൂടാക്കി കഴിക്കുക എന്നീ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പരമാവധി ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ദഹിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള ഭക്ഷണങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ കൂടുതലായിട്ടും പച്ചത്തൈര്, പച്ചമോര് ഇവയൊക്കെ പരമാവധി ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് പകരം കാച്ചിയ മോരൊക്കെ നിങ്ങൾക്ക് കഴിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ കിഴങ്ങ്, കപ്പ എന്നിങ്ങനെ പറയുന്ന വാദത്തിന് കൂട്ടുന്ന ഭക്ഷണങ്ങളും പരമാവധി നിങ്ങൾ ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കണം. നിങ്ങൾക്കിപ്പോൾ ജ്യൂസ് പോലെയുള്ള കാര്യങ്ങൾ കുടിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രഷ് ജ്യൂസിന് പകരമായിട്ട് ഫ്രൂട്ട്സ് അങ്ങനെ തന്നെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതാവുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിരിക്കും ഡൈജസ്റ്റ് ആവാനായിട്ട്. അതുപോലെ ആട്ടിന്റെ സൂപ്പും കുടിക്കുന്നത് വളരെ ഉത്തമമായിട്ടുള്ള ഒരു കാര്യം കൂടിയായിരിക്കും. വീടും പരിസരമൊക്കെ നന്നായിട്ട് വൃത്തിയായിട്ട് സൂക്ഷിക്കാനും നോക്കുക. സന്ധ്യാസമയമൊക്കെ ആവുന്ന സമയത്ത് അപരാജിതയുടെ ധൂപം പോലെയുള്ള കാര്യങ്ങളൊക്കെ കത്തിക്കാനും നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾ എന്തെങ്കിലും ലേഹ്യം, എന്ത് തന്നെ ലേഹ്യമായാലും, ഇപ്പോൾ ചവനപ്രാശാണെങ്കിലും കുഴപ്പമില്ല, ഉള്ളി ലേഹ്യം അങ്ങനെ പറയുന്ന എന്തെങ്കിലും ലേഹ്യം നിങ്ങൾ കഴിക്കുന്നത് നിങ്ങളുടെ ഇമ്മ്യൂണിറ്റിനെ നന്നായിട്ട് കൂട്ടുന്നതിനും അതുപോലെ തന്നെ നറിഷ്മെന്റിന്റെ കാര്യങ്ങൾ ചെയ്യുന്നതിനും വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യം കൂടിയായിരിക്കും.